നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു വമ്പൻ പദ്ധതിയിലാണ്. ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ പോകുന്നതാണ് ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ലോഡിലേക്ക് സ്വാഗതം. അതികഠിനവും അങ്ങേയറ്റം ദുർഘടവുമായ ഒരു കാലാവസ്ഥയിൽ രാജ്യത്തിന്റെ അങ്ങേയറ്റം സ്ഥിരതയോടെയുള്ള ഒരു സമീപനം. അതെ, ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ലേയിലെ എയർഫോഴ്സ് സ്റ്റേഷനിലെ ലോകോത്തര എയർഫീൽഡിനെ കുറിച്ചാണ്. എന്താണ് ഇതിനു വേണ്ടി അങ്ങ് ചർച്ച ചെയ്യാനുള്ളത് എന്നാണോ ചിന്തിക്കുന്നത്? അതെ, ഇത് ചർച്ച ചെയ്യപ്പെടാനും വേണ്ടിയുള്ള ഒരു വിഷയം തന്നെയാണ്. ലഡാക്കിന്റെ കഠിനമായ ഭൂപ്രകൃതിയിലും അതുപോലെ തന്നെ അങ്ങേയറ്റം ദുർഘടമായ താപനിലയിലും കൃത്യമായി പറയുകയാണെങ്കിൽ -40°C എന്ന വളരെ താഴ്ന്ന താപനിലയിലും അതുപോലെ തന്നെ 10,000 അടിക്ക് മുകളിൽ ഓക്സിജൻ കുറവുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം നമ്മുടെ എഞ്ചിനീയറിംഗ് കഴിവുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ്. 1960കളിൽ വെറും പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു പ്രാഥമിക എയർ സ്ട്രിപ്പായി ആരംഭിച്ച ഇത് ഇപ്പോൾ ലോകോത്തര എയർഫീൽഡായി മാറിയിരിക്കുകയാണ്. എന്താണ് ഒരു എയർ സ്ട്രിപ്പ് അല്ലെങ്കിൽ എയർ സ്ട്രിപ്പും എയർഫീൽഡും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? എയർ സ്ട്രിപ്പ് എന്നാൽ വിമാനങ്ങൾ ഇറക്കാനും പറന്നുയരാനും ഉപയോഗിക്കുന്ന ചെറിയ ലളിതമായ റൺവേകളാണ്. ഇതിനെ താൽക്കാലിക വിമാനത്താവളം അല്ലെങ്കിൽ വിമാനം ഇറക്കുന്ന സ്ഥലം എന്ന് മലയാളത്തിൽ പറയാം. എയർഫീൽഡ് എന്നത് വിമാനത്താവളത്തിന്റെ മൊത്തത്തിലുള്ള സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വിമാനങ്ങൾ ഇറങ്ങുന്നതിനും പാർക്ക് ചെയ്യുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥലം. ഇതിനെ ഒരു വിമാനത്താവളമായും നമുക്ക് കണക്കാക്കാം. നമ്മുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് ആണ് ഈ ഒരു ഇതിഹാസ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ എയർ സ്ട്രിപ്പ് ആദ്യമായി സ്ഥാപിക്കപ്പെടുന്നത് 60കളുടെ തുടക്കത്തിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിൽ ഒട്ടനവധി ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ തുടക്കത്തിലായിരുന്നു ഈ ഒരു എയർ സ്ട്രിപ്പ് സ്ഥാപിക്കപ്പെട്ടത്. ആ ഒരു പ്രതിസന്ധിക്കിടയിലായതുകൊണ്ട് തന്നെ ഈ ഒരു എയർ സ്ട്രിപ്പ് രാജ്യത്തിന് വളരെയേറെ ആശ്വാസകരമായ ഒന്നായിരുന്നു. കാരണം വിമാനങ്ങൾക്ക് അടിയന്തരമായി ലാൻഡിംഗ് നടത്തുന്നതിനും മെച്ചപ്പെട്ട ടേക്ക് ഓഫുകൾക്കുമായുള്ള ഒരു കേന്ദ്രം തന്നെയായി ഈ പ്രദേശം മാറി എന്നതാണ്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തികൾക്ക് ഒരു സുപ്രധാന ലൈഫ് ലൈനായി തന്നെ ഈ ഒരു എയർ സ്ട്രിപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ എയർ സ്ട്രിപ്പിന്റെ പരിമിതികൾ വളരെ വലുതായിരുന്നു. ചെറിയ റൺവേ, മോശം ഉപരിതലം തുടങ്ങിയ ഒട്ടേറെ ഡ്രോബാക്കുകൾ ഈ ഒരു എയർ സ്ട്രിപ്പിനുണ്ടായിരുന്നു. അങ്ങനെ നിലനിന്ന ഒരു സ്ഥലത്തെയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായ ഒരു വാർത്തയാക്കി മാറ്റുന്ന തരത്തിൽ നമ്മുടെ MES എഞ്ചിനീയർമാർ അങ്ങേയറ്റം കൃത്യതയോടെ പണിയെടുത്തത്. കോൺക്രീറ്റ് മിശ്രിതങ്ങൾ അടക്കം നിമിഷങ്ങൾക്കുള്ളിൽ തണുത്തുറയുന്ന തണുപ്പിലായിരുന്നു ഈ നിർമ്മാണ പ്രക്രിയകൾ നടന്നത്. അതുപോലെ തന്നെ നിർമ്മാണ സാമഗ്രികൾ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ ആയിരുന്നു എയർലിഫ്റ്റ് ചെയ്ത് അവിടേക്ക് എത്തിച്ചത്. എന്തായാലും നമ്മുടെ ടീം അംഗങ്ങൾ ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു എന്നത് അഭിമാനത്തോടു കൂടി എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പദ്ധതിയിൽ റൺവേ വരുന്നത് 3 കിലോമീറ്ററിന് മുകളിൽ നീളത്തോടെയാണ്. വളരെ ഉയരത്തിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ക്രോസ് വിൻഡുകളുടെ ബുദ്ധിമുട്ടും ഉണ്ടാകും എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ക്രോസ് വിൻഡുകളെ ചെറുക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ IL-76 പോലെയുള്ള ഭീമൻ ഭാരമേറിയ വിമാനങ്ങൾക്കും ഇവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ പറന്നിറങ്ങാനും ഉയർന്നു പൊങ്ങാനും സാധിക്കും. ലഡാക്കിലെ മഴക്കാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയതിലൂടെ പരിഹരിക്കപ്പെട്ടു എന്നതാണ്.